1835 ഓഗസ്റ്റ് 25 ന്യൂയോർക്കിലെ പ്രസിദ്ധമായ ഒരു പത്രത്തിൽ വന്ന വാർത്ത കണ്ട് ജനമെല്ലാം അമ്പരന്നു. ചന്ദ്രനിൽ ജീവൻ കണ്ടെത്തിയിരിക്കുന്നുവെന്നും ചന്ദ്രന്റെ ഉപരിതലത്തിൽ വനങ്ങളും നദികളും വിചിത്രമായ മൃഗങ്ങളും മനുഷ്യ സാദൃശ്യമായ ചിറകുള്ള ജീവികൾ പോലുമുണ്ട് എന്നായിരുന്നു ജനങ്ങളെ അമ്പരിപ്പിച്ച വാർത്ത. ഇന്നിത് കേൾക്കുമ്പോൾ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയുടെ കഥയാണ് എന്ന് തോന്നാമെങ്കിലും അന്ന് ആ 1835 ഓഗസ്റ്റ് 25 ന്യൂയോർക്കിലെ ദി സൺ പത്രം ഈ അവകാശവാദം വാർത്തയായി പ്രസിദ്ധീകരിച്ചപ്പോൾ ജനങ്ങളിൽ വലിയൊരു ഭാഗം അത് കണ്ണടച്ച് വിശ്വസിച്ചു. ചരിത്രത്തിൽ പിന്നീട് ഈ സംഭവം അറിയപ്പെട്ടത് ദി ഗ്രേറ്റ് മൂൺ ഹോക്സ് എന്ന പേരിലായിരുന്നു. 1835 പ്രശസ്ത ബ്രിട്ടീഷ് ജ്യോതിശാസ്ത്രജ്ഞനായ സർ ജോൺ ഹെർക്സൽ ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ ആകാശ നിരീക്ഷണം നടത്തുകയായിരുന്നു. യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരുന്ന ഈ ശാസ്ത്രീയ പ്രവർത്തനത്തെയായിരുന്നു ലോകത്തെ കുഴപ്പിച്ച വ്യാജ വാർത്തയ്ക്ക് വിശ്വാസ്യത നൽകാനായി ഉപയോഗിച്ചത്. ദി സൺ പ്രസിദ്ധീകരിച്ച പരമ്പരയിൽ ഹെർസൽ അതിശക്തമായ ഒരു ടെലിസ്കോപ്പിലൂടെ ചന്ദ്രനെ നിരീക്ഷിക്കുകയും അവിടെ ജീവന്റെ തെളിവുകൾ കണ്ടെത്തുകയും ചെയ്തു എന്ന രീതിയിൽ വാർത്ത വന്നു. വാർത്തയ്ക്ക് ഒരു ശാസ്ത്രീയ സ്വഭാവം നൽകുവാൻ ഡോക്ടർ ആൻഡ്രൂ ഗ്രാൻസ് എന്ന പേരും അവർ ഉപയോഗിച്ചു. അതോടൊപ്പം ഈ വിവരങ്ങൾ എഡിൻബർഗ് ജേണൽ ഓഫ് സയൻസ് എന്ന ശാസ്ത്ര പ്രസിദ്ധീകരണത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകളാണ് എന്നും സൂചിപ്പിച്ചു. എന്നാൽ അതെല്ലാം കെട്ടിച്ചമച്ചതായിരുന്നു. ആ വ്യാജ റിപ്പോർട്ടിൽ ചന്ദ്രനെ ഒരു ജീവസമ്പന്നമായ ലോകമായിട്ടായിരുന്നു അവതരിപ്പിച്ചത്. അവിടെ വലിയ വനങ്ങളും ജലാശയങ്ങളും ഉണ്ട് എന്നും നിരവധി വിചിത്ര ജീവികൾ അവിടെ സഞ്ചരിക്കുന്നുണ്ട് എന്നും അവകാശപ്പെട്ടു. യൂണിക്കോൺ പോലുള്ള ജീവികൾ, 2 കാലിൽ നടക്കുന്ന ബീവർ പോലുള്ള ജീവികൾ, പക്ഷികളെയും മറ്റ് മൃഗങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന വിചിത്ര ജീവികൾ. എന്നാൽ വാർത്തയിൽ ഏറ്റവും അതിശയകരമായ അവകാശവാദം മനുഷ്യരെ പോലെ തോന്നിക്കുന്ന ചിറകുള്ള ജീവികളെ കുറിച്ചുള്ളതായിരുന്നു. മനുഷ്യ സാദൃശ്യമുള്ള ഇവർക്ക് ചിറകുകൾ ഉണ്ടായെന്നും അവർ പറക്കുമെന്നും സമൂഹമായി ജീവിക്കുന്നുവെന്നും ആ വ്യാജ റിപ്പോർട്ടുകൾ വിശദീകരിച്ചു. ബാറ്റ്മാൻ ഓഫ് ദി മൂൺ അതായിരുന്നു ചരിത്രത്തിൽ ഇവയ്ക്ക് ലഭിച്ച പേര്. ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം അന്നത്തെ മനുഷ്യർ എന്തുകൊണ്ട് ഇതൊക്കെ വിശ്വസിച്ചു എന്നുള്ളതായിരുന്നു. 1835 ലോകത്ത് ഇന്നത്തതുപോലെ ഇൻ്റർനെറ്റോ ടെലിവിഷനോ റേഡിയോയോ സോഷ്യൽ മീഡിയയോ ഉണ്ടായിരുന്നില്ല. അന്ന് വാർത്ത അറിയാനുള്ള പ്രധാന മാർഗങ്ങളിലൊന്ന് പത്രങ്ങളായിരുന്നു. അതിനാൽ പ്രമുഖ പത്രത്തിൽ വിശദമായൊരു റിപ്പോർട്ട് വന്നാൽ അത് സത്യമാണ് എന്ന് വിശ്വസിക്കാൻ ആളുകൾക്ക് കാരണമുണ്ടായിരുന്നു. മാത്രമല്ല അത് ശാസ്ത്രത്തിൻ്റെ അതിവേഗ വളർച്ചയുടെ കാലഘട്ടവുമായിരുന്നു. പുതിയ ടെലിസ്കോപ്പുകൾ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ ധാരണ മാറ്റിക്കൊണ്ടിരുന്നതിനാൽ ചന്ദ്രനിലും മറ്റ് ഗ്രഹങ്ങളിലും ജീവൻ ഉണ്ടായിരിക്കാമെന്ന ആശയം അന്നത്തെ ജനപ്രിയ ശാസ്ത്ര ചർച്ചകളിൽ പോലും ഉണ്ടായിരുന്നു. അതിനാൽ വാർത്ത വായിച്ച പലർക്കും അതൊരു തമാശയായി തോന്നിയതുമില്ല. ഇത് മനുഷ്യരാശിയുടെ പുതിയൊരു ശാസ്ത്രീയ കണ്ടെത്തലാണ് എന്ന് അവരെല്ലാം ശങ്കേനെ വിശ്വസിച്ചു. വ്യാജവാർത്ത പരന്നതോടെ അതിൻ്റെ ഉറവിടം അന്വേഷിക്കാൻ യാലെ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ചില ശാസ്ത്രജ്ഞരും താല്പര്യം പ്രകടിപ്പിച്ചു. റിപ്പോർട്ടുകളുടെ ഉറവിടമായി ചൂണ്ടിക്കാട്ടിയ എഡിൻബർഗ് ജേണൽ ഓഫ് സയൻസിൽ അന്വേഷിക്കുകയായിരുന്നു ലക്ഷ്യം. അതോടെ മറ്റൊരു തട്ടിപ്പിൻ്റെ പാളി കൂടി പുറത്തു വന്നു. ആ ജേണൽ ഇതിനകം പ്രസിദ്ധീകരണം നിർത്തിയിരുന്നു. എന്നാൽ അന്വേഷിച്ചു വന്നവരെ പത്രം പല വഴി നടത്തി വഴി തെറ്റിച്ചു. അവർക്കും വാർത്ത വ്യാജമാണ് എന്ന് മനസ്സിലായില്ല. അങ്ങനെ ഒരു വ്യാജ വാർത്ത എത്രത്തോളം യാഥാർത്ഥ്യമാണ് എന്ന് തോന്നിപ്പിക്കാമെന്നതിൻ്റെ മികച്ച ഉദാഹരണമായി മൂൺ ഹോക്സ് മാറി. ദി സണ്ണിൽ ഈ കഥ 6 ഭാഗങ്ങളായി തുടർന്നു. ഓരോ ഭാഗത്തും പുതിയ വിവരങ്ങളും പുതിയ ജീവികളും പുതിയ അത്ഭുതങ്ങളും പുതിയ കൗതുകങ്ങളും ചേർത്ത് വെച്ച് അവർ വായനക്കാരുടെ ആകാംക്ഷ വർദ്ധിപ്പിച്ച് സർക്കുലേഷൻ കുത്തനെ കൂട്ടി. ഒടുവിൽ സത്യം പുറത്തു വന്നു. ആദ്യ റിപ്പോർട്ട് പുറത്തു വന്നതിന് ഏകദേശം 3 ആഴ്ചകൾക്ക് ശേഷം 1835 സെപ്റ്റംബർ മധ്യത്തോടെ ഈ അവകാശവാദങ്ങൾ വ്യാജമാണ് എന്ന് വ്യക്തമായി. ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള സെൻസേഷണൽ ഹെഡ്ലൈൻ, പിന്നാലെ ക്യൂരിയോസിറ്റി, പിന്നെ കൂടുതൽ ക്ലിക്ക്, ഷെയർ, വ്യൂസ്, ഇതിൻ്റെയൊക്കെ തുടക്കം ഇവിടെയായിരുന്നു. 2026 അതേ വാർത്ത വന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അത് ആദ്യം എത്തുക പത്രത്തിലൂടെ ആയിരിക്കത്തില്ല, സോഷ്യൽ മീഡിയയിലൂടെ തന്നെയായിരിക്കും. അതുകൊണ്ട് ഒരു വാർത്ത കണ്ടാൽ ഉടനെ അത് വിശ്വസിക്കാൻ പാടില്ല. വാർത്തയുടെ സോഴ്സ് ഏതാണ്? സോഴ്സ് ഇല്ലാത്ത വാർത്തയ്ക്ക് ഫോർവേഡഡ് ആസ് റിസീവഡ് എന്നതിലുപരി വിശ്വാസ്യതയും. ഇന്നത്തെ ഫേക്ക് ന്യൂസിൻ്റെ വലിയ ആയുധമാണ് ഹെഡ്ലൈൻ. ഞെട്ടിക്കുന്ന വാർത്ത ഇത് നിങ്ങളോട് ആരും പറയില്ല. ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യൂ. ഇത്തരം വാക്കുകൾ കണ്ടാൽ ഒന്ന് നിർത്തുക. വാർത്ത നിങ്ങളിൽ കോപം, ഭയം, ദുഃഖം, അമിതമായ ആവേശം, വിദ്വേഷം എന്നിവ സൃഷ്ടിക്കുന്നുണ്ടോ എങ്കിൽ ഷെയർ ചെയ്യുന്നതിന് മുൻപ് ഡബിൾ ചെക്ക് ചെയ്യുക. ഒരു ചിത്രം കണ്ടാൽ നേരെ വിശ്വസിക്കരുത്. AI ഉപയോഗിച്ച് വ്യാജ ഫോട്ടോകൾ എല്ലാം സൃഷ്ടിക്കാൻ കഴിയുമെന്നോർക്കുക. സംശയമുള്ള ചിത്രം റിവേഴ്സ് ഇമേജ് സെർച്ച് ഉപയോഗിച്ച് പരിശോധിക്കുക.
വീഡിയോകൾക്ക് കോണ്ടെക്സ്റ്റ് പരിശോധിക്കുക. ഒരു വീഡിയോ യഥാർത്ഥമായിരിക്കാം, പക്ഷെ അതിന് നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ വ്യാജമായിരിക്കാം. ഇന്ന് ഒരു സെലിബ്രിറ്റിയുടെ വ്യാജ ശബ്ദ സന്ദേശമോ ഒരു യഥാർത്ഥ വ്യക്തിയുടെ മുഖം ഉപയോഗിച്ചുള്ള വ്യാജ വീഡിയോയോ AI വഴി സൃഷ്ടിക്കാമെന്ന് അറിഞ്ഞിരിക്കുക. ഫാക്ട് ചെക്ക് ചെയ്യുക. സംശയമുള്ള വാർത്ത ഗൂഗിളിൽ അതേ ക്ലെയിം സെർച്ച് ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ടത് പോസ്റ്റ് ബിഫോർ യു ഷെയർ. കിട്ടിയ കണ്ടന്റ് ഉടൻ തന്നെ ഫോർവേഡ് ചെയ്യരുത്. ഇത് ഫാക്റ്റ് ആണോ, ഒപ്പീനിയൻ ആണോ, പ്രൊപ്പഗണ്ടയാണോ, കോണ്ടെക്സ്റ്റ് ഇല്ലാത്ത കണ്ടന്റ് ആണോ എന്നിവ പരിശോധിച്ച ശേഷം മാത്രം ആവശ്യമെങ്കിൽ ഷെയർ ചെയ്യുക. ചുരുക്കത്തിൽ കണ്ടതെല്ലാം സത്യമല്ല, വായിച്ചതെല്ലാം വാർത്തയല്ല, ഇതുവരെ ഷെയർ ചെയ്തതെല്ലാം സത്യവുമല്ല. അതുകൊണ്ട് ഫോർവേഡ് ചെയ്യുന്നതിന് മുൻപ് വെരിഫൈ ചെയ്യുക. വിശ്വസിക്കുന്നതിന് മുൻപ് പരിശോധിക്കുക. വികാരത്തിന് മുൻപ് സത്യത്തിന് സ്ഥാനം നൽകുക. സ്റ്റോപ്പ്, ചെക്ക്, തിങ്ക്, ദെൻ ഷെയർ.